ഹലോ ഗായ്സ്, ഇത്തവണ എൻ്റെ മോൻ്റെ ഓണ സെലിബ്രേഷൻ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കര ഒരു അതിയായ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ പിൻട്രസ്റ്റിൽ കയറി ഒരു ഫോട്ടോ തപ്പിയെടുത്ത് അത് റെഫറൻസ് ആക്കി. ബട്ട് അതിനകത്തുള്ള ഫോട്ടോ എന്ന് പറയുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു അവിയൽ വരുമായിരുന്നു. പക്ഷെ ഞാൻ ആലോചിച്ച എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എനിക്കത് എന്താ പറയുക, എൻ്റെ കോൺസെപ്റ്റ് എൻ്റെ കേരളമായിരുന്നു. എൻ്റെ കേരളത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് കലകൾ എനിക്ക് അതിനകത്ത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാനിത് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ തിരുവാതിരകളി, പിന്നെ കളരിപ്പയറ്റ്, വള്ളംകളിയായിട്ട് എനിക്ക് ചെയ്യാനായിട്ട് അതിനകത്ത് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു വള്ളം വെച്ച് ഒരു മുത്തുക്കുടയും വെച്ചു അതിൻ്റെ പുറത്താണ് കളരിപ്പയറ്റായിട്ട് ചെറുതായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു ചെറിയ കോളത്തിലാണ് ഞാനിതെല്ലാം കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. കാരണം എനിക്ക് അതിൻ്റെ മുകളിലും താഴെയും കുറച്ച് കാര്യങ്ങളും കൂടെ എഴുതാനുണ്ട്, എൻ്റെ കോൺസെപ്റ്റിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ ഉത്സവം, ആന, മുത്തുക്കുട, ചെണ്ട കൊട്ടുന്ന ആളുകൾ, പിന്നെ പൂക്കളത്തിൻ്റെ നടുക്ക് ഒരു വിളക്ക്, പിന്നെ അതിൻ്റെ അടിയിൽ പുലികളിയും കഥകളിയും ഞാൻ കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു. കാരണം ആ ചെറിയ ഒരു കോളത്തിൽ അത് അത്രയും മിനിമലായിട്ടാണ് ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചില്ല എങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അതിനുശേഷം എന്താ പറയുക, പാടത്ത് കൊയ്യുന്ന ചേച്ചിമാർ, അത് കഴിഞ്ഞിട്ട് ഉഴുതുമറിക്കുന്ന കാളയും കർഷകനും. ആ കാളയും കർഷകനും ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം കർഷകന് മുഖം ശരിയാവുന്നില്ല, എങ്ങനെ ചെയ്തിട്ടും ശരിയാവുന്നില്ല. രണ്ട് കാളകളെ ഒരുമിച്ച് നിർത്താൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം ഞാനത് റെഡിയാക്കി. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച എൻ്റെ കോൺസെപ്റ്റിലുള്ളൊരു മുണ്ട് എന്ന് പറഞ്ഞത്, എൻ്റെ കേരളം. അത് ആ ഒരു ഫോണ്ട്, എഴുതുന്ന ഫോണ്ട് ശരിക്കും ഞാൻ ഗൂഗിളിൽ നിന്ന് റെഫർ ചെയ്തെടുത്തതാണ്. ആ ഫോണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫോണ്ട്. ഈ ഒരു സംഭവം ഞാൻ വേറെ എങ്ങും കണ്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ആ തിരുവാതിരയുടെ ആ ഭാഗത്തായിട്ട് തിരുവാതിരയുടെ പുറകിൽ ഒരു അമ്പലം പോലെ ഒരു സംഭവമുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും കൂടെ, അതും ഒരു ആരാധനാലയമാണ്. മാത്രമല്ല കേരളം എന്ന് പറയുമ്പോൾ എല്ലാ മതസ്ഥരും ഒന്നാണ്, എല്ലാ മതസ്ഥരും ഉണ്ട് ഇവിടെ. എല്ലാവരും ഓണം എന്ന് പറയുന്ന ഒരു സംഭവം ആഘോഷിക്കുന്നൊരു ആൾക്കാരാണ്. അപ്പോൾ എന്നാൽ പിന്നെ അതും കൊടുക്കാമെന്ന് കരുതി ഞാൻ അതും കൊടുത്തു. സൈഡിലായിട്ട് ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വരച്ചപ്പോൾ കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസമായിരുന്നു സെലിബ്രേഷൻ. അവനെടുത്തു, അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു.